അല്ലാഹ്. നിങ്ങളെ എല്ലാ സങ്കടങ്ങളും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമുക്ക് നിസ്കാരം കൃത്യമായി നിലനിർത്താൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം കൃത്യമായി നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനൊക്കെയാണ് വരുന്നത്. ഇനി നിസ്കാരത്തിന്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എപ്പോഴും ഏത് സമയത്താണെങ്കിലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണമെന്നാണ്. അത് പിന്തിപ്പിക്കാൻ പാടില്ല. 3 കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ചെയ്തോളണം, പിന്നെ പിന്തിപ്പിക്കരുത്. ഏതാണ് ഒന്നാമത്തെ കാര്യം? ഇദാ ഹളറത്തിസ് സ്വലാഹ്, നിസ്കാരം ആസന്നമായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നിസ്കരിച്ചോളണം, പിന്നെ പിന്തിപ്പിക്കരുത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണം. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കുക എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ എന്താക്കരുത്, പിന്തിച്ചു പോരുത്. ഉമ്മമാരൊക്കെ ജോലി, അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ ജോലിയൊക്കെ ചിലപ്പോൾ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ 3 മണിയൊക്കെ ആവും, ഉച്ചക്ക് ശേഷം 3 മണിയൊക്കെ ആവും, അല്ലെങ്കിൽ 3:15 ഒക്കെ അടിച്ച് വാരി വൃത്തിയാക്കി ഭക്ഷണം ഉണ്ടാക്കി വീട് തുടച്ച് വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ അസറവാൻ കൊടുക്കാൻ നേരത്തേക്കും ജോലി കഴിയാം. ഒക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്ന് വിചാരിച്ചാൽ അസർ വാങ്ങ് കൊടുത്തു, പിന്നെ ളുഹർ അസർ ഒരുമിച്ചാണ് നിസ്കരിക്കാൻ. ആ നിസ്കാരം ഒരിക്കലും പിന്തിപ്പിക്കരുത്. നിസ്കാരത്തിന്റെ സമയം ആസന്നമായി കഴിഞ്ഞാൽ ഉടനെ നിസ്കരിച്ചോളണം. 3 കാര്യങ്ങൾ പിന്തിപ്പിക്കരുത്. അതിലൊന്ന് നിസ്കാരമാണ്. നിസ്കാരം അതിന്റെ സമയത്തിനനുസരിച്ച് തന്നെ കൃത്യമായിട്ട് നിസ്കരിച്ചോളണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് സുബഹിയൊക്കെ, സുബഹി വാങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു അവ്വല് വഖത്തിൽ തന്നെ ആ സുബഹിന്റെ സമയത്ത് തന്നെ സുബഹിസ്കരിക്കണം. നമ്മൾ ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നിസ്കരിക്കാന്ന് വിചാരിച്ചാൽ നിസ്കാരം ഖളായി പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സുബഹിയൊക്കെ കൃത്യമായി നിസ്കരിച്ച് വളരെ പ്രതിഫലമുള്ള ജമാഅത്താണ് സുബഹിയുടെ ജമാഅത്ത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നവരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പിന്തിപ്പിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന്റെ പ്രായവും സമയവുമായി കഴിഞ്ഞാൽ പിന്നെ നീട്ടരുത്. പഠനമൊക്കെ കഴിഞ്ഞിട്ടാവാം, അതല്ലെങ്കിൽ പരീക്ഷ കഴിയട്ടെ, ജോലി കിട്ടട്ടെ എന്നൊക്കെ കഴിഞ്ഞിങ്ങനെ പിന്തിപ്പിക്കരുത്. പരമാവധി സമയമായി കഴിഞ്ഞാൽ, വിവാഹത്തിന്റെ പ്രായവും സമയവുമായി കഴിഞ്ഞാൽ പെട്ടെന്ന് വിവാഹം കഴിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും കല്യാണ പ്രായമെത്തിയവരുടെ കല്യാണങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. കല്യാണം നടക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കല്യാണം എളുപ്പത്തിൽ നടക്കാൻ അല്ലാഹു വഴികൾ തുറന്നു നൽകുമാറാവട്ടെ. കല്യാണം നടക്കാത്ത ആളുകൾ, കല്യാണ പ്രായമെത്തിയിട്ടും കല്യാണം ഇങ്ങനെ മുടങ്ങുകയാണ് എന്നുള്ളവര് സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ മതി. സൂറത്തുൽ ഫത്ഹ്, ഫാത്തിഹ അല്ല, സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കല്യാണമൊക്കെ എളുപ്പമാക്കി തരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കല്യാണ പ്രായമെത്തിയിട്ടും കല്യാണം നടക്കാതെ പ്രയാസപ്പെടുന്നവർ, അവർക്കൊക്കെ അല്ലാഹു കല്യാണം എത്രയും പെട്ടെന്ന് കഴിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ 3-ാമത്തെ കാര്യം, പിന്തിപ്പിക്കാൻ പാടില്ലാത്ത 3-ാമത്തെ കാര്യം, അത് മരണപ്പെട്ട് കഴിഞ്ഞ മയ്യത്തിനെ പെട്ടെന്ന് മറവ് ചെയ്യണം. അത് പിന്തിപ്പിക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിനെ മറവ് ചെയ്യാതെ ഇങ്ങനെ ആ രൂപത്തിൽ പാടില്ല. മയ്യത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിനെ നമ്മൾ പെട്ടെന്ന് മറവ് ചെയ്യണം. അതാണ് മയ്യത്തിനോട് കാണിക്കുന്ന മര്യാദ. മയ്യത്തിനോട് കാണിക്കുന്ന മര്യാദ അതാണ്. മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ പെട്ടെന്ന് മറവ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.